കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നുണ്ട് നമ്മളിനി ലെഫ്റ്റിലേക്കല്ലേ? കുറച്ചുകൂടി പോകണം. ഹലോ, നമ്മൾ പുതിയ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് പോവാറ്? ഗൂഗിൾ മാപ്പ് നോക്കുമല്ലേ? എന്നാൽ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു വേറിട്ട മാപ്പാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇത് ഏട്ടന്റെ സുഹൃത്ത് അയച്ചതെന്താണ്. അദ്ദേഹം ഏട്ടന്റെ സീനിയർ ആയിട്ടുള്ള സൈനികോദ്യോഗസ്ഥനായിരുന്നു. ഇടയ്ക്കൊരു കൺഫ്യൂഷൻ വന്നപ്പോൾ നമുക്ക് വഴികാട്ടിയായിട്ട് മുന്നിൽ പോവുകയാണ് ആ ഒരാൾ. പോകുന്ന വഴിയിലെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട്. നമ്മൾ പോകുന്നത് ചിറ്റൂരിലേക്കാണ്. തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വഴിയിലുടനീളം നിറയെ അമ്പലങ്ങൾ കാണാം. അവയെല്ലാം തമിഴ്നാടിനോട് സമാനമായ രീതിയിലാണ് പണിതിരിക്കുന്നത്. ഇത് വിളയോടി എന്ന സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ടേൺ ചെയ്യേണ്ടത്. മാപ്പ് നോക്കി നമുക്ക് യാത്ര തുടരാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏട്ടന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്കാണ്. ആർമിയിൽ ഏട്ടന്റെ സീനിയർ ആയിട്ടുള്ള സൈനികോദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. സൈനിക സേവനങ്ങളുടെ അനുഭവങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ മാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാപ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് നാളായി ഇങ്ങോട്ടേക്കൊന്ന് വരണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ സന്ദർഭങ്ങളെല്ലാം ഇപ്പോഴാണ് ഒത്തുവന്നത്. സൈനിക സേവനങ്ങൾക്കിടയിൽ അപരിചിതമായ സ്ഥലങ്ങളിൽ എത്തിച്ചേരാനായിട്ട് ഇതുപോലെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുള്ള മാപ്പുകൾ അവർക്ക് ഒരുപാട് ഉപയോഗപ്രദമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതുപോലുള്ളൊരു മാപ്പ് എല്ലാവർക്കും അത്യാവശ്യമാണ്. പക്ഷെ നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലത്ത് നമ്മളെ കാത്തിരിക്കുന്നവർ ഇതുപോലെ സ്നേഹത്തോടെ അയക്കണമെന്ന് മാത്രം. നമുക്കത്ര സുപരിചിതമല്ലാത്ത വഴിയാണ്. ഉള്ളിലൂടെ ഒരുപാട് ഊടുവഴികളുണ്ട്. വഴിതെറ്റി വേറെ എവിടെയെങ്കിലും എത്താനുള്ള സാധ്യതകളുമുണ്ട്. പിന്നെ മാപ്പ് നോക്കിയും അദ്ദേഹത്തെ വിളിച്ച് സംശയം തീർത്തും ഞങ്ങളിത് വീടിന്റെ മുന്നിലെത്തി. അവരൊരുപാട് സന്തോഷത്തോടെ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. ഒരുപാട് ഓർമ്മകളും വിശേഷങ്ങളും എല്ലാം ഷെയർ ചെയ്തു. ഇവിടെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഡെക്കേഴ്സ് ഞാൻ കണ്ടു. ഇതൊരു ലൈറ്റ് പോർഷൻ ആണ്. അതുപോലെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചെയർ ഞാനിവിടെ കണ്ടു. ഇവിടെ ഒരു കുടമണി കൂടി നമുക്ക് കാണാം. നമ്മൾ ഏത് വീട്ടിൽ ചെന്നാലും മറ്റെവിടെയും കാണാത്ത എന്തെങ്കിലും ഡെക്കേഴ്സ് എല്ലാം അവിടെ ഉണ്ടാവും. അത് ആ വീടിന്റെ മുഖമുദ്രയായി നമ്മൾ എപ്പോഴും ഓർക്കുകയും ചെയ്യും. ഇവിടെ നിറയെ സപ്പോർട്ടുണ്ട്. ഇവർ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു കിറ്റ് സപ്പോർട്ട് തന്നു. ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞു. ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുത്തശ്ശിയായിട്ടും ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. സോനുവിന്റെ കുസൃതിയെല്ലാം അവരെ ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറെ ഫോട്ടോസ് എല്ലാം എടുത്ത് അടുത്തുള്ള ഒരു വ്യൂ പോയിന്റ് കാണാനായിട്ട് പോയി. സത്യത്തിൽ ഞങ്ങളുടെ മനോഹരമായ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളൊന്നും ഞാൻ പകർത്താൻ ശ്രമിച്ചില്ല. കാരണം സ്വകാര്യ നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തുന്നത് എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. ഒരു വ്ളോഗർ എന്ന നിലയിൽ അതേപ്പറ്റി അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ളൊരു മനോഹരമായ വ്യൂ പോയിന്റിലേക്കാണ്. നമ്മൾ പോകുന്ന വഴിയും കാണാൻ വളരെ ഭംഗിയുള്ളത് തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച പ്ലാച്ചിമട കൊക്കക്കോള കമ്പനി ഇവിടെയായിരുന്നു. ഇത് പെരുമാട്ടി പഞ്ചായത്തിലെ നെല്ലിമേട് എന്ന സ്ഥലമാണ്. ഇനി നമ്മൾ ഒരുപാട് ഷൂട്ടിങ്ങുകളെല്ലാം നടന്നിട്ടുള്ള കമ്പാലത്തറ എന്ന ഒരു വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശമാണ് ഇവിടെ. ഇവിടുത്തെ വഴി സാധാരണ മണ്ണുകൊണ്ടുള്ള വഴി തന്നെയാണ്. പ്രത്യേകിച്ച് മെയിൻ്റനൻസ് ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇരുവശത്തുമായിട്ട് നിറയെ കുറ്റിച്ചെടികളാണ്. ഇവിടെയാണ് മോഹൻലാലും മഞ്ജു വാര്യരും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒടിയൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ടുണ്ടായിരുന്നത്.
ഇവിടെ ഒരു വശം തെങ്ങാണ്, അതുപോലെ തന്നെ ഒരു വശത്ത് നിറയെ പനകൾ കാണാം. ഇതുപോലുള്ള ചെറിയ പ്രാണികൾ ഇവിടെ ധാരാളം ഉണ്ട്. ഒന്ന് വൈകുന്നേരം സമയമായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ടുമാവാം. തെങ്ങിൻ ചൂട്ടിലെല്ലാം പശുക്കൾ പുല്ലുമേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തിന് അരികിലായിട്ട് ഓലമേഞ്ഞ കുറെ പുരയിടങ്ങൾ കാണാം. അതിലെല്ലാം ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇവിടെ ആരോ കെട്ടിയ ഒരു ഊഞ്ഞാൽ കണ്ടു. അത്യാവശ്യം പൊക്കത്തിലുള്ള ഊഞ്ഞാലാണിത്. 2 തെങ്ങുകളിലായിട്ട് കെട്ടിവെച്ചിരിക്കുന്ന കയറാണിതില്. കാണുമ്പോൾ നല്ല ബലമുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നാലും ഒരു പരീക്ഷണത്തിന് ഞാൻ നിന്നില്ല. ഇവിടെ നിറയെ തെങ്ങുകളുണ്ട്. അതിനിടയിൽ ഇതുപോലൊരു ഊഞ്ഞാല് വളരെ രസമുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ നിറയെ ഒച്ചുകളെ നമുക്ക് കാണാം. നല്ല കാലാവസ്ഥയിൽ ഇവിടെ വണ്ടികളെല്ലാം വന്നു പോകുന്നതിന്റെ ലക്ഷണങ്ങളെല്ലാം ഇവിടെയുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് വെള്ളം കരയ്ക്ക് കയറാറുണ്ട്. അതുപോലെ വെള്ളം കയറിയത് കൊണ്ടാണ് നമുക്ക് അവിടെയുള്ള പനകളുടെ അടുത്തേക്കൊന്നും പോകാൻ കഴിയാത്തത്. സാധാരണ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ആ പനയുടെ അടുത്തെല്ലാം പോകാമായിരുന്നു. അതായത് ശരിക്കും പന നിൽക്കുന്നത് കരയുടെ ഭാഗത്താണ്. ഇവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ആലും വേപ്പും എല്ലാം കൂടി നിൽക്കുന്നൊരു സ്ഥലമാണിത്. ഇവിടെ എന്താണ് പ്രതിഷ്ഠ എന്നറിയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പഴയകാല സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പണിതതായിരിക്കാം ഈ ഒരു അമ്പലം. ഇവിടെ കൃത്യമായി പൂജ നടക്കുന്നുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും. ഈ ഭാഗത്തായിട്ട് നിറയെ കള്ളിമുൾ ചെടികൾ കാണാം. അതുപോലെ പല വ്യത്യസ്തമായിട്ടുള്ള ചെടികളും ഉണ്ട്. നമുക്കിവിടെ സൺസെറ്റിൻ്റെ സമയത്താണ് ഏറ്റവും രസമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നത്. ഇത് മുന്നേ എടുത്ത ഒരു ഫോട്ടോയാണ്. കാലാവസ്ഥയും സമയമെല്ലാം നോക്കിയിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് നല്ല ഫോട്ടോസ് എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഭാവിയിൽ ടൂറിസം പ്രൊമോഷന് സാധ്യതയുള്ളൊരു സ്ഥലം കൂടിയാണിത്. വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ ഇരിക്കാനും കൂട്ടുകാരുമായി സംസാരിച്ചിരിക്കാനും ഒക്കെ നിറയെ ആൾക്കാർ വരാറുണ്ട്. അങ്ങനെ നല്ല വൈബാണ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് യാത്ര തിരിക്കാം. ഇനിയും കുറച്ച് വ്യൂ പോയിന്റ്സ് കൂടി ഇവിടെ ബാക്കിയുണ്ട്. ഇരുട്ടാവുന്നതിൻ്റെ മുമ്പ് നമുക്ക് അവിടെ എല്ലാം എത്താൻ ശ്രമിക്കണം. സത്യത്തിൽ ഇതെല്ലാം പ്രതീക്ഷിക്കാതെയുള്ളൊരു ട്രിപ്പായിരുന്നു. എന്നാൽ അതിനേക്കാളും സർപ്രൈസിംഗ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ. അപസ്മാരത്തിന് മരുന്ന് കൊടുക്കുന്ന ഒരു അമ്പലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഇതുവരെ കാണാത്ത, കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് സർപ്രൈസിംഗ് ഫാക്ട്സ് ഉണ്ട്. നല്ല ബലമുണ്ട്.
അങ്ങനെ പാലക്കാടിൻ്റെ ചില കാണാ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.